ഗസയിൽ 4 സൈനികരെ തട്ടിക്കൊണ്ടുപോയി. ഇത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുന്നത്. പല തട്ടിക്കൊണ്ടുപോലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സൈനികരെ കാണാതായിരിക്കുന്നു എന്നാണ് അവർ മുൻകൂട്ടി വിവരം നൽകിയിരിക്കുന്നത്. സർക്കാരിനൊക്കെ ഇസ്രായേൽ ഗവൺമെന്റൊക്കെ അത് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സൈനികരെ വളഞ്ഞു വെച്ചുകൊണ്ട് ഹമാസിന്റെ പോരാളികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈനിക ട്രൂപ്പോ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. വിലപേശാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ മൊത്തത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. സൈനികർക്ക് സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഗസയുടെ പ്രത്യേകിച്ച് മധ്യ ഗസയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മൈനിങ് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അത് അതിജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും പോവകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സൈനികരെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തി നടത്തിയത്. അപ്പോൾ ഏത് ഭാഗത്ത് എങ്ങനെ ഏത് തരത്തിലാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തിയത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അവരുടെ കൈവശത്തിലുണ്ടായിരുന്ന ആയുധങ്ങളും കാണാതായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആയുധങ്ങൾ അടക്കം അവർ തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ അതിശക്തമായിരിക്കുന്ന പോരാട്ടങ്ങൾ നടത്തിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിനു മുൻപും സമാനമായിരിക്കുന്ന പല സൈനികരെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രവൃത്തികളൊക്കെ റിപ്പോർട്ടായതാണ്. അത് പല ഘട്ടങ്ങളിലും ഗസയിൽ നിന്ന് ഹമാസൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഇസ്രായേൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല. കാര്യം എന്ന് പറയുന്നത് അവർ സ്ഥിരീകരിക്കുന്ന സമയത്ത് അവർക്ക് അത് സാരമായിട്ട് ബാധിക്കും. മറ്റു യുദ്ധം ചെയ്ത സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായിരിക്കുന്ന പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോകലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പറയാറില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ബന്ദികളാക്കിയിട്ട് വില പേശാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഈ സൈനികരെ വെച്ചിട്ട് 2 തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഈ ബന്ദികളുടെ പ്രശ്നം തന്നെയാണ്. ബന്ദികളുടെ വിഷയം എന്ന് പറഞ്ഞാൽ 2023 ഒക്ടോബർ 7-ാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് 250ഓളം ഇസ്രായേലികളെ പിടിച്ചുകൊണ്ടുവന്നത്. അതിന്റെ തുടർച്ചയായ രീതിയിൽ ഈ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകളൊക്കെ ഖത്തറിന്റെയും ഈജിപ്തിന്റെ നേതൃത്വത്തിലൊക്കെ നടത്തുകയും 200ഓളം ബന്ദികളെ കരാർ വ്യവസ്ഥ പ്രകാരം മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്. ശേഷിക്കുന്ന 50 ബന്ദികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല ചർച്ചകളും നടക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഗസ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ സൈനിക മേധാവികളെ തട്ടിക്കൊണ്ടുപോവുക, അവരെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രതിസന്ധി ഇസ്രായേലിന് രൂപം കൊള്ളുന്നത് സ്വാഭാവികമാണ്. കാര്യം എന്ന് പറയുന്നത് ഇതൊരു തെളിവില്ലാത്ത രീതിയിലുള്ള സംഭവമാകുന്ന സമയത്ത് അവർക്കത് തെളിവോട് കൂടിയിട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോയത് ഹമാസ് ആണെങ്കിൽ ആ വിഭാഗത്തിൽ അത് നിഷേധിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇത്തരം പ്രതിസന്ധി വല്ലാത്ത രീതിയിൽ ഇസ്രായേൽ അനുഭവിക്കുകയാണ്. ഇപ്പോൾ അവർ പറയുന്നത് മധ്യ ഗസ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് IDF-ന്റെ മേധാവി സമീർ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്, മുന്നേറ്റം ബുദ്ധിമുട്ടാണ്, അത് സാരമായിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ആയതിനാൽ തന്നെ നമുക്ക് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ മാന്യമായ രീതിയിൽ മധ്യസ്ഥതയോട് കൂടിയിട്ട് പ്രശ്നം തീർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള വാശിയാണ്. യുദ്ധം ചെയ്തേ പറ്റൂ, യുദ്ധത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള ഒരു നിലപാട് അവർക്കുണ്ട്. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് മുന്നേറാൻ വേണ്ടി തീരെ സാധിക്കുന്നില്ല. സർവ്വ മേഖലയിലും ആക്രമിക്കപ്പെടുന്നുണ്ട്, സർവ്വ മേഖലയിൽ പ്രശ്നങ്ങളുമുണ്ട്, അതിജീവനം വലിയ പ്രയാസമാണ്. അപ്പോൾ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ എങ്ങനെ ഏത് തരത്തിൽ അതിനെ അഭിമുഖീകരിക്കാൻ പറ്റും എന്ന് അന്വേഷിക്കുന്നതിനിടയിൽ തന്നെ സൈനികർ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയം വന്നതോടുകൂടി ഒന്നുകൂടി ഈ വിഷയം സങ്കീർണമാവുകയാണ്. ഭൂമിയിൽ അവർ സഞ്ചരിക്കുന്ന ഏകദേശം പാതയിൽ ഉടനീളം വലിയ രീതിയിലുള്ള മൈനിങ് ആയിട്ട് ബോംബ് കുഴിച്ചിടുകയും ഈ വാഹനങ്ങൾ ട്രക്ക് വാഹനങ്ങളോ അതല്ലെങ്കിൽ അവരുടെ ടാങ്കുകളോ കയറുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്ന രീതിയാണുള്ളത്. പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ടാങ്ക് മാത്രമല്ല അതുപോലെ സൈനികർ കൂടി കൊല്ലപ്പെടുന്നു. ഇത് ആപൽക്കരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് എന്നുള്ളത് IDF തന്നെ പറയുകയും ചെയ്തു. അതായത് ഈ മധ്യ ഗസയെ കൂടി കീഴടക്കി കഴിഞ്ഞാൽ ഏകദേശം ഗസയുടെ പൂർണ്ണമായിരിക്കുന്ന ഭാഗത്തിന്റെ നിയന്ത്രണം ഇസ്രായേലിന് ഉണ്ടാവും എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ മധ്യ ഗസ കീഴടക്കുക എന്നുള്ളത് പ്രയാസമാണ്. മറ്റുള്ള തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളൊക്കെ കീഴടക്കാൻ പ്രധാനമായി അവർ ഉപയോഗിച്ചിരിക്കുന്നത് ആകാശയുദ്ധമാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആകാശയുദ്ധം ഉണ്ടാവുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവർക്ക് സങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. എളുപ്പം നല്ലത് കരയുദ്ധമാണ് എന്നവർ മനസ്സിലാക്കി 60,000 റിസർവ് സൈനികരെ അടക്കം ഏർപ്പാട് ചെയ്തുകൊണ്ടാണ് മുന്നേറ്റം ഉണ്ടാക്കുന്നത്. ആ മുന്നേറ്റം ഇപ്പം തടയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സൈനികർക്ക് സാധിക്കുന്നില്ല. ആ സാധിക്കാത്തതിൻ്റെ കാരണം അവർ പറയുന്നത് തന്നെ അവർ നേർക്കുനേരെയുള്ള ആക്രമണമല്ല, ഒളിപ്പോർ ആക്രമണമാണ് ഉള്ളത്. ഒളിഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കുന്നു, കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവരുടെ ബങ്കറുകൾ
ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ബങ്കറും ഉള്ളതിനാൽ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. ഇങ്ങനെ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്കും പ്രശ്നത്തിലേക്കുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മധ്യ ഗസയിലെ ഇസ്രായേൽ സൈനികർ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.